സാറേ, ശബരിമലയ്ക്ക് പിന്നാലെ ഇപ്പോൾ ഗുരുവായൂരിലും കൊള്ളയുടെ ചില വിവരങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്. മഞ്ചാടിക്കുരു മുതലാണ് നഷ്ടപ്പെട്ടു പോയത്. എന്താണ് അതിൻ്റെ വിവരങ്ങൾ? മഞ്ചാടിക്കുരു മുതൽ ആനക്കൊമ്പ് വരെ, ആനക്കൊമ്പിൽ വലിയ നഷ്ടമാണ് വന്നിരിക്കുന്നത്. കാരണം ഗുരുവായൂരിൽ നിന്ന് കുറച്ച് മാറി കുന്നത്തൂർ കോട്ട എന്ന് പറഞ്ഞിട്ട് ഈ ആനകളൊക്കെ നിൽക്കുന്ന ഒരു സ്ഥലം ഉണ്ടല്ലോ. അപ്പോൾ അവിടെ ഒക്കെ ഈ ആനക്കൊമ്പ് ചെത്തി മിനുക്കുകയൊക്കെ ചെയ്യുമല്ലോ. ഇതിൻ്റെ ഒന്നും ഒരു രേഖയില്ല. ചത്തുപോയ ആനകളുടെ ആനക്കൊമ്പ് എവിടെ സൂക്ഷിക്കും, ഇതിനെപ്പറ്റിയൊന്നും ഒരു വിവരമില്ല, സംഗതികൾ കിട്ടാനുമില്ല. ഇത് സംസ്ഥാന ഓഡിറ്റ് വകുപ്പ് ഓഡിറ്റ് ചെയ്തിട്ടുള്ള ഓഡിറ്റ് റിപ്പോർട്ടുകളിലാണ് വിവരങ്ങളുള്ളത്. 2019 മുതൽ 2021 വരെയുള്ള ഓഡിറ്റ് റിപ്പോർട്ടിലാണ് ഈ വിവരങ്ങളുള്ളത്. സ്വർണം, വെള്ളി, ആനക്കൊമ്പ്, ഇതിൻ്റെ മഞ്ചാടിക്കുരു, ഇതിൻ്റെയൊക്കെ വിവരങ്ങൾ അതിൻ്റെ അകത്തുണ്ട്. ഇതിൻ്റെ രേഖകളൊന്നും സൂക്ഷിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ വളരെ പരിതാപകരമാണ് രേഖകളുടെ അവസ്ഥ. പിന്നെ ദുരുപയോഗം ധാരാളം നടന്നിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. ഒരു മാനേജ്മെന്റ് സംവിധാനം തന്നെ ഗുരുവായൂരിൽ ഇതിനൊന്നും ഉള്ളതായിട്ട് കാണുന്നില്ല. തോന്നിയ പോലെ അല്ലേ കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഗുരുവായൂരിൽ ഈ ദേവസ്വത്തിൻ്റെ ഈ പറഞ്ഞ പോലെ പുന്നത്തൂർ കോട്ടയിലാണ് ആനയുടെ സങ്കേതവും കാര്യങ്ങളും ഒക്കെ. അവിടെ 2019-20 കാലത്തെ വിവരമാണ്. അത് തന്നെ ഭീകരമാണ്. അപ്പോൾ ബാക്കിയുള്ള വർഷങ്ങളിലത് എന്താണെന്നുള്ളത് തിരക്കണം. അപ്പോൾ ആനക്കൊമ്പ് ഈ ചെത്തി മിനുക്കിയിട്ടുള്ള അത് സൂക്ഷിക്കണമല്ലോ, ദന്തം. അത് 522.86 കിലോ, 522.86 കിലോ വനം വകുപ്പിന് കൊടുത്തിട്ടില്ല. ഇത്രയും ദന്തം കൊടുത്തിട്ടില്ല. 523 കിലോ എന്ന് പറയാം. അപ്പോൾ 2019 ഏപ്രിൽ നവംബർ കാലത്തെ ആണ് ഇത്. ആനക്കൊമ്പും ദന്തത്തിൻ്റെയൊക്കെ കഷ്ണങ്ങളും ചെത്തിമിനുക്കിയതും ഒക്കെ. ഇത് 2019 സെപ്റ്റംബർ 26 505 കിലോ. പിന്നെ സെപ്റ്റംബർ 19 14.18 കിലോ. 2018-19 ബാലൻസ് 2.35 കിലോ. ഇങ്ങനെ 730 ഗ്രാം ഏപ്രിൽ 22, 2019. പിന്നെ 2019 ജൂലൈ 14 320 ഗ്രാം. പിന്നെ ജൂലൈ 29 280 ഗ്രാം. ഇങ്ങനെയാണ് ഈ ദന്തം ആനക്കൊമ്പിൽ നിന്ന് നീക്കി ചെത്തി മാറ്റിയതിൻ്റെ കണക്കില്ലാത്തത്, കിട്ടാനില്ലാത്തത് എന്ന് പറഞ്ഞാൽ 523 കിലോ എന്ന് പറയുമ്പോൾ വലിയ വിലപിടിപ്പുള്ളതാണല്ലോ. ഒന്നുകിൽ ഇത് മുഴുവൻ കടത്തിയിട്ടുണ്ട്, അതല്ലെങ്കിൽ രേഖയില്ലാതെ വന്നാണ്. കടത്തിയിരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇതിൻ്റെ മകസറില്ല, എങ്ങോട്ടെങ്കിലും കൈമാറിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ രേഖകളും ഇല്ല. അപ്പോൾ അസിസ്റ്റന്റ് കൺസർവേറ്റർ ഫോറസ്റ്റിലെ 10 ദിവസത്തിനകം ഇതിൻ്റെ വിവരം അറിയിക്കണം എന്ന് പറഞ്ഞിട്ട് കടലാസ് കൊടുത്തിട്ട് അങ്ങോട്ട് നോട്ടീസ് അയച്ചിട്ട് അതിന് മറുപടിയും ഗുരുവായൂർ ദേവസ്വത്തിൽ നിന്ന് ആ ഘട്ടത്തിൽ കിട്ടിയിട്ടില്ല. അപ്പോൾ ഇപ്പോഴത്തെ ചെയർമാൻ BK വിജയനോട് ചോദിക്കുമ്പോൾ ഈ ഞങ്ങളുടെ ഭരണകാലത്തല്ല എന്ന് പറഞ്ഞ് ഒഴിയെ മാത്രമാണ് ചെയ്യുന്നത്. ഇത് കോടതിയിലൊക്കെ വന്നതാണ് എന്നും അങ്ങേര് പറഞ്ഞിട്ടുണ്ട്. 2022 മുതൽ 6 അങ്ങേര് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അങ്ങേരുടെ കാലത്തെ കാര്യം. 2022 മുതൽ 6 ആന ഇതുവരെ ചെരിഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ മരിച്ചിട്ടുണ്ട് ആന. അതിൻ്റെ പോസ്റ്റ്മോർട്ടം നടന്നിട്ടുണ്ട്. വനം വകുപ്പിൻ്റെ സാന്നിധ്യത്തിൽ തന്നെയാണ് നടന്നത്. അതിൻ്റെ കൊമ്പ് വനം വകുപ്പ് ഇങ്ങോട്ട് തന്നിട്ടില്ല. വിജയൻ പറയാണ് ഇപ്പോഴത്തെ ചെയർമാൻ. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് മാത്രം തന്നു. അത് പിന്നെ ആനക്കൊമ്പ് വനം വകുപ്പാണല്ലോ സൂക്ഷിക്കേണ്ടത്. അതിൻ്റെത് കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണല്ലോ, മറ്റേതില്ല. അപ്പോൾ ക്ഷേത്രത്തിനകത്ത് ഡബിൾ ലോക്ക് രജിസ്റ്റർ എന്ന് പറഞ്ഞിട്ടൊരു ഏർപ്പാട്, സ്വർണം വെള്ളി പ്രതിദിന ചടങ്ങിന് ഉപയോഗിക്കുന്നതിൻ്റെ കണക്കുകൾ സൂക്ഷിക്കാനായിട്ടുള്ളത് മര്യാദക്കല്ല. അതും സൂക്ഷിച്ചിട്ടില്ല. ഉപയോഗത്തിന് ശേഷം മടക്കിയ പല പാത്രങ്ങളും ഒക്കെ ഉണ്ടല്ലോ വെള്ളി, അതിൻ്റെ തൂക്കം കൊടുക്കുമ്പോഴുള്ള തൂക്കമല്ല,
തിരിച്ച് കിട്ടിയപ്പോൾ ഉള്ളത് എന്ന് പറഞ്ഞാൽ വേറെ പാത്രങ്ങളാണ് വരുന്നത്. കൊണ്ടുപോകുന്ന വെള്ളിപ്പാത്രം വേറെ, വരുന്ന കിട്ടുന്ന പാത്രം വേറെ, അങ്ങനെയാണ്. അപ്പോൾ ഉപയോഗത്തിന് ശേഷം മടക്കുന്നതൊക്കെ തൂക്കം കുറഞ്ഞതാണ്. വെള്ളിപ്പാത്രം 10 മാസത്തിൻ്റെ ഇടയിൽ 1.19 കിലോ കുറഞ്ഞിട്ടുണ്ട്. വിളക്ക് പല ഗ്രാം കുറഞ്ഞിട്ടുണ്ട്. വിളക്കുകളുടെ ഉപയോഗിച്ചതല്ല പലപ്പോഴും മടക്കിയിരിക്കുന്നത്. സ്വർണ്ണ കിരീടത്തിന് പകരം വെള്ളി കിരീടമാണ് മടക്കി കിട്ടിയിരിക്കുന്നത്. ഒരിക്കൽ ഒരു സ്വർണ്ണ കിരീടം നമ്മുടെ സ്റ്റാലിൻ്റെ ഭാര്യ ദുർഗ കൊണ്ടുപോയി വെച്ചില്ലേ? അതെ. മറ്റവൻ ഉദയനിധി മറ്റേ സനാതന ധർമ്മം കോവിഡ് പോലെയോ ഒക്കെ പകർച്ചവ്യാധിയാണ് എന്നൊക്കെ പറഞ്ഞ് അതിന് ശേഷമല്ലേ ദുർഗ വന്നേ? അതെ. 15 ലക്ഷം രൂപയുടെ സ്വർണ്ണ കിരീടമൊക്കെ വെച്ചിരുന്നു. ഇതൊക്കെ അവിടെ ഉണ്ടോ? അപ്പോൾ ഒരു സ്വർണ്ണ കിരീടത്തിന് പകരം വെള്ളിയാണ് കിട്ടിയത്. 2.65 കിലോ വെള്ളിപ്പാത്രത്തിന് പകരം ഒന്ന് ആലോചിച്ച് നോക്കൂ. 2.65 കിലോയുടെ വെള്ളിപ്പാത്രത്തിന് പകരം 750 ഗ്രാമിൻ്റെ വെള്ളിപ്പാത്രമാണ് മടക്കി വെച്ചിരിക്കുന്നത്. എത്ര പോയി നഷ്ടം? 17 ചാക്ക് മഞ്ചാടിക്കുരുവിൻ്റെ ഒരു കഥയുണ്ട് ഇതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട്. പടിഞ്ഞാറെ ഗോപുരത്തിൽ സൂക്ഷിച്ചിരുന്നതാണ് 17 ചാക്ക് മഞ്ചാടിക്കുരു. ഇത് ഈ മഞ്ചാടിക്കുരു അവിടെ സംഭാവന കൊടുക്കുന്നതാണല്ലോ ഭക്തന്മാര്. ഇത് പലതും സംഭാവന കൊടുക്കുന്നതാണ്. നമ്മളവിടെ നിൽക്കുമ്പോൾ എന്തൊക്കെയാണ് അവിടെ സംഭാവനകൾ വന്നിരിക്കുന്നത്? എല്ലാ ഭക്ഷ്യവസ്തുക്കളും ഇല്ലേ? കായക്കൊലകള്, പഴക്കൊലകള്, ചേന, മത്തങ്ങ തുടങ്ങിയില്ലേ? എന്ത് വെള്ളം കൊടുക്കും? അതൊക്കെ അവിടെ ഇങ്ങനെ കാണാം. അത് ലേലം ചെയ്യുമല്ലോ. കിലോയ്ക്ക് 100 രൂപ വെച്ച് ഈ മഞ്ചാടിക്കുരു ലേലം ചെയ്തത് ഒരു തവണ ലേലം കൊണ്ടയാൾ എടുത്തില്ല. അതാണ് ഈ പടിഞ്ഞാറ ഗോപുരത്തിൽ സൂക്ഷിച്ചിരുന്നത് 17 ചാക്ക് ഒരു തവണ. അപ്പോൾ CCTV നോക്കിയപ്പോൾ ഈ ആരോഗ്യവകുപ്പ് പ്രവർത്തകര് ഒരു ട്രാക്ടറിൽ ഈ 17 ചാക്ക് കൊണ്ടുപോകുന്നത് കാണാം. എങ്ങോട്ട് കൊണ്ടുപോയി എന്ത് ചെയ്തു എന്നുള്ളത് അറിയില്ല. അപ്പോൾ സംഭാവന, മറ്റേ ഭക്തർ കൊടുക്കുന്ന സംഭാവന, പിന്നെ നേർച്ച, ഇതൊന്നും രജിസ്റ്ററിൽ വരവ് വെച്ചിട്ടില്ല. ചെമ്പ്, പിച്ചള, പഞ്ചലോഹം ഇതിൻ്റെ ഒന്നും കണക്ക് കാണാനില്ല. പിന്നെ 4 കാതുള്ള വെങ്കല പാത്രം, പിന്നെ 2022 2 ടൺ തൂക്കം വരുന്ന 4 കാതുള്ള വെങ്കല പാത്രം 2022 പാലക്കാട്ടുകാരനായ ഒരു ഭക്തൻ അവിടെ കൊടുത്തിരുന്നു. 15 ലക്ഷം രൂപ വരും അതിന്, ആ വെങ്കല പാത്രത്തിന്. അതിന് രസീത് കൊടുത്തിട്ടില്ല ഭക്തന്, രജിസ്റ്ററിൽ അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞിട്ടുമില്ല. ഇതുപോലെ കശ്മീരിൽ നിന്നുള്ള കുങ്കുമപ്പൂവ് ഭക്തന്മാർ സംഭാവന കൊടുക്കാറുണ്ട് അവിടെ. കുങ്കുമപ്പൂവിന് 1 കിലോയ്ക്ക് 1.47 ലക്ഷം രൂപയാണ്. ആ ഗുരുവായൂരിൽ വാങ്ങുമ്പോൾ ഉള്ള വില ഇതാണ്. അപ്പോൾ സംഭാവന കൊടുത്തിട്ടുള്ള കുങ്കുമപ്പൂവിൻ്റെ ഒന്നും കണക്കില്ല അവിടെ ഗുരുവായൂരിൽ കിട്ടിയിരിക്കുന്ന. 4 ദശകമായിട്ട് ദേവസ്വം ആക്ട് 1978, പിന്നെ അതിൻ്റെ ചട്ടം 1980 ഒക്കെ ഉണ്ട്. ദേവസ്വം ആക്ട്, ചട്ടം ഒക്കെ. ഇതൊന്നും അവിടെ നോക്കുന്നില്ല. കോടതി പലതവണ പറഞ്ഞിട്ടുണ്ട്. ഇതൊന്നും അനുസരിച്ചിട്ടുള്ള ഒരു കാര്യവും അവിടെ നടക്കുന്നില്ല. എല്ലാ കൊല്ലവും ജൂൺ 30-ാം തീയതിക്കകം കമ്മീഷണർക്ക് ഈ ഉപയോഗത്തിൻ്റെയൊക്കെ ഉണ്ടല്ലോ, പരിശോധന നടത്തിയതിൻ്റെയൊക്കെ റിപ്പോർട്ട് കൊടുക്കണമെന്ന് വ്യവസ്ഥയുണ്ട്. ഇതുവരെ കമ്മീഷണർക്ക് ഒരു ജൂൺ 30-ാം തീയതി ഇങ്ങനെ റിപ്പോർട്ട് കൊടുത്തതായിട്ടും രേഖകളിൽ കാണുന്നില്ല എന്ന് ഓഡിറ്റ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഇതാണ് ഗുരുവായൂരിലെ അവസ്ഥ. ഇത് നമ്മൾ 2019-21 2 കൊല്ലത്തെ കാര്യം മാത്രമാണ് ഈ പറയുന്നത്. 4-5 ദശകങ്ങളിൽ ഇങ്ങനെയാണ് നടന്നിരിക്കുന്നത് എന്നുള്ളതാണ്. എത്രമാത്രം ഗുരുവായൂർ വെച്ചിട്ട് കൊള്ള നടന്നിട്ടുണ്ട് എന്നാണ്. അതും കൃഷ്ണൻ്റെ മുമ്പിൽ.
അപ്പോൾ ഗുരുവായൂരേക്ക് ഈ ഭക്തന്മാർ കൊടുക്കുന്ന സാധനത്തിനൊന്നും ശരിക്കും പറയാൻ കണക്കും ഇല്ല, രേഖകളും ഇല്ല എന്നാണ് മനസ്സിലാക്കേണ്ടത് അല്ലേ? കാരണം അങ്ങനെ രേഖ പാടില്ല, കണക്ക് പാടില്ല എന്നൊരു അലിഖിത നിയമം ഈ കൊള്ളക്കാര് അവിടെ പരിപാലിച്ചു പോരുന്നു എന്നാണ് മറ്റേ സംഗതി. അപ്പോൾ ഞാൻ മാത്രമേ കണ്ടുള്ളൂ എന്ന് പറയുന്ന പോലെയാണ് സംഭവം അല്ലേ? കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.